ഫിഗർ എന്ന് വരച്ചു. ഇതല്ല ഫിഗർ എന്ന് വരച്ചു. Oblique incidence at a plane dielectric boundary and title. കഴിഞ്ഞ പറഞ്ഞേ ജസ്റ്റ് എ ഡാഷ് ഒ ഡാഷ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുന്നുണ്ടോ. സെൻട്രൽ പോയിന്റ് ഒ ബി ഒ ഡാഷ് ഇവിടെ എ ഡാഷ് ഉണ്ട് എ. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ഡെസിമൽസിലോ റിഫ്ലക്ഷനൊക്കെ നമ്മൾ ഡെറൈവ് ചെയ്യുന്നത്. Okay. So oblique incidence at oblique incidence at
പ്ലെയിൻ ഡയലക്ട്രിക് ബൗണ്ടറി. സോ അവിടെ എന്താണ് ANI എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ ആംഗിൾ θi എന്ന് പറയുന്ന ആംഗിളിൽ ഈ ഒരു XZ എന്ന് പറയുന്ന പ്ലെയിനിൽ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെയും നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ വേവിന്റെ പ്രൊപ്പഗേഷൻ അലോങ് Z ഡയറക്ഷൻ ആണ്. സോ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പോയിന്റിംഗ് ടുവേർഡ്സ് X direction. Okay, so that's how the wave. So since it's approaching a plane dielectric boundary, so we have reflected wave, transmitted wave. Transmitted wave നെ നമ്മളിവിടെ റിഫ്രാക്റ്റഡ് വേവ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താണ്, രണ്ടിന്റെയും മീഡിയം എന്ന് പറയുന്നതാണ് സെപ്പറേറ്റ് മീഡിയം ആണ്, വിച്ച് ഹാസ് എ സെപ്പറേറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ സെപ്പറേറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ μ1 ഉം ε1 എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതായത് എന്താണ്, പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റിയും ഇസ് ഡിഫറെൻറ്റ് ഫോർ മീഡിയം 1 ആൻഡ് മീഡിയം 2. സോ ദേ വിൽ ഹാവ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വേവിനെ റിഫ്രാക്റ്റഡ് വേവ് എന്ന് പറയുന്നത്. ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻ ടേംസ് ഓഫ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ട്രാൻസ്മിറ്റഡ് വേവ് എന്ന് പറയാതെ റിഫ്രാക്റ്റഡ് വേവ് എന്ന് പറയാൻ കാരണം. ദർ ഇസ് എ ബെൻഡിങ് വൺസ് ദ മീഡിയം ഇസ് ചേഞ്ചിങ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു 3 ഇന്റർസെക്ഷൻസ് കാണാൻ പറ്റും. ഈ ഒരു കറസ്പോണ്ടിങ് ഈ OA എന്ന് പറയുന്ന ഇന്റർസെക്ഷൻ കറസ്പോണ്ടിങ് ടു അതിന്റെ ഇൻസിഡന്റ് വേവ് ആണ്. ആൻഡ് ദിസ് ഇസ് ഇന്റർസെക്ഷൻ കറസ്പോണ്ടിങ് ടു OA dash A dash, which is this intersection drawn to the reflected wave. Okay, this is a intersection drawn to the incident wave, and here we can see a intersection that is drawn to the refracted wave. That is O dash B എന്ന് പറയുന്നതും O dash A dash എന്ന് പറയുന്നതും OA എന്ന് പറയുന്നതും എന്താണ്, 3 ഇന്റർസെക്ഷൻസ് ആണ്. നമുക്ക് ആ ഒരു ട്രയാങ്കിൾ പ്രോപ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 3 ഇന്റർസെക്ഷൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേസിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതൊരു ലോസ്ലെസ് മീഡിയം ആണ്. സിൻസ് ഡയലക്ട്രിക് ആണ്, രണ്ട് സൈഡും ഡയലക്ട്രിക് ആണ്, നമ്മളതിനെ ലോസ്ലെസ് മീഡിയം ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ലോസ്ലെസ് മീഡിയം വിത്ത് 2 different refractive index and with 2 different permittivity. Okay, that's how the reason. And the boundary it cuts on z is equal to 0 എന്ന് ഇതിനാണ് നമ്മൾ ബൗണ്ടറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ അതാണ് പ്രിലിമിനറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് മീഡിയം എന്ന് പറയുന്ന കേസിൽ O dash A dash എന്ന് പറയുന്നതും അതുപോലെ തന്നെ O dash A എന്ന് പറയുന്നതും which will be equal ആയിരിക്കും. സിൻസ് ഇറ്റ്സ് സെയിം മീഡിയത്തിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, A dash O dash എന്ന് പറയുന്നത്, ദിസ് ഇസ് O dash എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസും O dash A എന്ന് പറയുന്നതും എന്തായിരിക്കും, സിമിലർലി ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും O dash എന്ന് പറയുന്ന വിച്ച് ഇസ് ഈക്വൽ ടു if O dash A which is equal to OA dash ആണ്. സിൻസ് ഇറ്റ്സ് സെയിം മീഡിയം ആണ്, സോ ഈ ഒരു ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ബോത്തും ഈക്വൽ ആണെങ്കിൽ, ഓക്കെ, ഈ ഒരു ഇന്റർസെക്ഷനും അതുപോലെ ഈ ഒരു ഇന്റർസെക്ഷനും ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് O dash വെക്ടർ സൈൻ തീറ്റ I which is equal to, ഇതിന്റെ രണ്ടിന്റെയും കോമൺ ആണ് എന്താണ്, ഈ O dash എന്ന് പറയുന്ന ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിളിനെ സംബന്ധിച്ചും ഇത് കോമൺ ആണ്. സോ നമ്മൾ പറയുന്നതാണ് ഈ രണ്ട് ഇന്റർസെക്ഷനും ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് O dash is equal to sin theta I which is equal to O dash sin theta R. Okay, from that we can write it as sin theta I is equal to sin theta R, that is theta I will be equal to theta R, which is called Snell's law of reflection. Angle of incidence is equal to angle of refraction. Sorry, angle of reflection. Snell's law of reflection. Similarly, നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറയുന്നത് if OB equal to O dash B ആണെങ്കിൽ, time taken to reach O dash B equal to OB ആണെങ്കിൽ we can write it as sorry. Okay, so അതാണ് ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്ത് സ്നെൽസ് ലോ ഓഫ് റിഫ്ലക്ഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻ മീഡിയം 2, ഓക്കെ, മീഡിയം 1 നമ്മൾ കൺസിഡർ ചെയ്തു. മീഡിയം 2 ല്
time taken for a transmitted wave. Okay, time taken from a transmitted wave. Time for a transmitted wave എന്ന് പറയുന്നത് which is equal to, that is from O to B. O to B യിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള സമയവും അതുപോലെ തന്നെ A to O dash എന്ന് പറയുന്നത്, A to O dash എന്ന് പറയുന്നത് എന്താണ്? സോറി, ഓക്കെ. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടൈം എന്ന് പറയുന്നത് A to O dash എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനും അതുപോലെ തന്നെ O to B എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനും ഓക്കെ ഈക്വൽ സമയമാണ് എടുക്കുന്നതെങ്കിൽ ഓക്കെ which is equal time for transmitted wave from traveling from O to B and transmitted wave കേസിലാണെങ്കിൽ O to B. ഓക്കെ, സോ A to O dash എന്ന് പറയുന്നതാണ് ഇൻസിഡന്റ് വേവിന്റെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, രണ്ടിന്റെയും ടൈം ഈക്വൽ ആണെങ്കിൽ എന്താ ചെയ്യാം, നമുക്ക് എങ്ങനെ എഴുതാം, which is equal to OB divided by UP2. UP2 എന്നുള്ള എന്താണ്, ഫേസ് വെലോസിറ്റി ഇൻ മീഡിയം 2. ഓക്കെ, സോ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ടൈം ഫോർ ട്രാൻസ്മിറ്റഡ് വേവ് is equal to ടൈം ഫോർ A to O dash ഇൻസിഡന്റ് വേവ്. ഓക്കെ, രണ്ടിനും എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഈക്വൽ ആണെങ്കിൽ we can write it as OB dash divided by UP2 which is equal to AO divided by UP1. അതായത് ഫേസ് വെലോസിറ്റി ഇൻ മീഡിയം 2 എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. സോ ദാറ്റ് എന്താണ് OB എന്ന് പറയുന്നത്, OB can be written as നമ്മൾ നേരത്തെ എഴുതിയ പോലെ which is equal ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ which is equal to OO dash sin theta t divided by OO dash sin theta I which is equal to UP2 divided by UP1. Okay, that is sin theta t divided by sin theta I equal to UP2 divided by UP1 which is equal to N1 by N2. And the N1 എന്ന് പറഞ്ഞാൽ refractive index medium 1 and refractive index medium 2. അതെന്താണ് N1 by N2 ആയത് N2 by N1 അല്ലേ വരണ്ടേ, ബ്ലോക്കാണ്. കാരണം എന്താണ് N എന്ന് പറഞ്ഞാൽ എന്താണ് C by U ആണ്. സോ U is equal to C by N. നിങ്ങൾ C by N1 C by N2 എന്നാണ് കൊടുക്കുകയാണെങ്കിൽ സോ വിൽ ബി എൻഡിങ് അപ്പ്. അപ്പോൾ നമുക്ക് UP2 by UP1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് ആക്ച്വലി C by N2 divided by C by N1 ആണ്. സോ വിച്ച് ഇസ് C1 by N by N2. ഓക്കെ, ദാറ്റ്സ് ഹൗ ഇറ്റ് കംസ്. സോ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്, സൈൻ തീറ്റ ബൈ സൈൻ ഐ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു N1 by N2. ദാറ്റ് ഈസ് നമുക്ക് എഴുതാൻ പറ്റും സൈൻ തീറ്റ ടി ഡിവൈഡ് ബൈ സൈൻ തീറ്റ ഐ വിച്ച് ഇസ് ഈക്വൽ ടു N എന്ന് പറയാം. N എന്ന് പറയുന്നത് റിലേറ്റീവ് ഡിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനാണ് നമ്മൾ N എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ വിച്ച് ഈസ് കോൾഡ് സ്നെൽസ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മളൊരു രണ്ട് ഡയലക്ട്രിക് മീഡിയം ഉണ്ടെങ്കിൽ ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ മീഡിയം 2 to sine of angle of incidence is equal to the inverse of the ratio of indices of refraction N1 by N2. അതായത് which is a 1 by N2 by 1 by N1 ആയിരിക്കും. Okay, so if you take the Snell's law of refraction എന്നാണ് ഇതിനെ പറയാ, Snell's law of refraction. So that is basically ഇത് എന്ന് പറയുന്നത് എന്താണ്, which is equal to നമുക്ക് n എന്ന് എഴുതുകയാണെങ്കിൽ okay, so this is my n. So sin theta t by sin theta I എന്ന് പറയുന്നത് which is actually theta t എന്ന് പറഞ്ഞാൽ എന്താണ്, angle of refraction ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ട്രാൻസ്മിറ്റഡ് എന്നാണ് പറഞ്ഞെങ്കിൽ പോലും അത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്.
So sine of angle of refraction in medium 2 with the ratio between sine of angle of refraction in medium 2 with respect to sine of angle of incidence, which will be equal to the relative refractive index എന്ന് പറയാം. അതല്ലെങ്കിൽ it is a ratio between inverse of indices of medium 2 and medium 1 എന്ന് പറയാം. Okay. So ഇതിന്റെ representation, for example, epsilon r1 equal to 1 ആണെങ്കിൽ n1 will be equal to 1. So sin theta t will be sin theta t by sin theta I, which is equal to 1 by root epsilon r2, which is equal to 1 by n2. അതായത് medium 1 ന്റെ refractive index 1 ആണെന്ന് ഇരിക്കുക. medium 1 ന്റെ refractive index എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ, so what will be sin theta t by sin theta I, where epsilon r1 എന്ന് പറയുന്ന relative dielectric constant in medium 1 ആണ് epsilon r1 എന്ന് പറയുന്നത്. Okay. So if n2 greater than or equal to 1 ആണെങ്കിൽ, so the wave will be incidenting from a denser medium to, so ഈ കേസിൽ എന്താണ്, n2 will be greater than 1. So the plane wave will be incidenting obliquely at an interface with a denser medium. Okay. Okay, which will be bent towards normal. Okay, here case n2 greater than wave ആണെങ്കിൽ the plane wave will be incident on a denser medium, will bend towards normal. Okay, so that's a 1. Okay, so that's it. So അതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒബ്ലിക് ഇൻസിഡൻസ് ഇൻ പ്ലെയിൻ ഡയറക്ട്രിക് ബൗണ്ടറി കേസിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്നെൽസ് ലോ ഓഫ് റിഫ്ലക്ഷനും അതുപോലെ തന്നെ സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷനും. ഇനി നമ്മുടെ കേസിൽ എപ്സിലോൺ 1 ഗ്രേറ്റർ ദാൻ എപ്സിലോൺ 2 ആണെങ്കിൽ what will be the case? Epsilon 1 greater than epsilon 2. Okay. So what is that? From less dense mediumത്തിലേക്ക് ഒരു വേവ് ഇൻസിഡന്റ് ചെയ്യാന്ന് വിചാരിക്കുക. Okay. So that is epsilon 1 greater than epsilon 2. That is the wave wave in the medium 1 incident on a less denser medium. Okay. Medium refractive index കുറവുള്ള ഒരു മീഡിയത്തിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ less denser medium, then we have the theta t will be greater than theta I. Okay. So there will be a critical point where theta t will be equal to pi by 2. Okay. So when theta t will be greater than theta I ആണെങ്കിൽ there will be a critical point where equal to theta t equal to pi by 2 എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ ആ കണ്ടീഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ there will be no refracted wave, will be getting totally reflected wave. ഇതെന്താണ്, സിമിലർ കണ്ടീഷൻ ആണ്. ഇതിന്റെ നോർമൽ ഇൻസിഡൻസിന്റെ കണ്ടീഷൻ ആണ് അല്ലെ, തീറ്റ ടി ഈക്വൽ ടു പൈ ബൈ 2 എന്ന് പറഞ്ഞത്. സോ അവിടെ നമുക്ക് ട്രാൻസ്മിറ്റഡ് വേവ് ഒബ്സർവ് ചെയ്യില്ല, വിൽ ബി ഗെറ്റിംഗ് എ കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ് വേവ്, ടോട്ടലി റിഫ്ലക്റ്റഡ് വേവ്. എന്താ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
90 ഡിഗ്രി എന്നുണ്ടോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണോ? there is a critical angle എന്ന് പറയാം അല്ലേ? there is a critical angle. ആ ആംഗിളിന് ഈക്വൽ ഓർ മോർ ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യും? you will be getting a completely reflected wave എന്നാണ്. it can be depends on material എന്ത് ചെയ്യാം? it can be vary. for example 1.5 എടുക്കാം. that is 1 എന്ന് പറയുന്നത് corresponding to എയറിന്റെ refractive index, 1.5 എന്ന് പറയുന്നത് ഗ്ലാസിൻ്റെതാണ്. so you will be getting around 57 degree or something. 57 degree ആണ് ഓൾമോസ്റ്റ് അതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ആയിട്ട് വരിക. അത് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും പെർപെൻഡിക്കുലർ പോളറൈസേഷന്റെ കേസിലും പാരലൽ പോളറൈസേഷന്റെ കേസിലും. പെർപെൻഡിക്കുലർ പോളറൈസേഷന്റെ കേസിൽ ഇറ്റ് വിൽ ബി 57 ഡിഗ്രി, പാരലൽ പോളറൈസേഷന്റെ കേസിൽ ഇറ്റ് വിൽ ബി 33 ഡിഗ്രി. അതാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. എന്താ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there you will be only observing totally reflected wave, there will be no transmitted wave corresponding to that. okay, so ആ ഒരു കണ്ടീഷൻ ആണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് പ്ലെയിൻ വേവ് നമുക്ക് കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ ടി ഈക്വൽ ടു പൈ ബൈ 2 ആണ്. ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ പറയാം ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് പൈ ബൈ 2 ആണ്. സോ ദെൻ ഓൺലി യു വിൽ ബി ഗെറ്റിംഗ് എ കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ് വേവ്. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സേ ദാറ്റ് തീറ്റ ടി ഇസ് എ റിഫ്ലക്റ്റഡ് ആംഗിൾ. സോ total internal reflection is that the angle of incidence is equal or more than critical angle. The wave will be completely reflected to the medium. okay, reflected back. okay, so that's a condition. so ഇതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം. okay, so ഈ ഒരു ഫെനോമിന യൂസ് ചെയ്തിട്ടാണ് ഏത് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? ഓപ്റ്റിക്കൽ ഫൈബർ. സോ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കോറും ക്ലാഡിങ്ങും ഉണ്ട് അല്ലേ? കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും കുറയായിരിക്കും? അപ്പൊ നമ്മൾ പറഞ്ഞ കേസ് നോക്കുമ്പോൾ ഏതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കൂടുതൽ വരാം? കോറാണോ ക്ലാഡിംഗ് ആണോ? വേവ് ഇൻസിഡന്റ് ചെയ്യുക കോറിലേക്കാണോ ക്ലാഡിങ്ങിലേക്കാണോ? കോറിലോട്ട്. കോറിൽ ഇൻസിഡന്റ് ചെയ്തിട്ട് ക്ലാഡിങ്ങിലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കുറയേണ്ടത് അല്ലെങ്കിൽ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കുറയേണ്ടത്? അപ്പോൾ നാം മുകളിൽ സംഭവിച്ചില്ലേ, ദ വേവ് ഇൻസിഡന്റ് ഇൻ മീഡിയം 1 ഇറ്റ്സ് ഇൻസിഡന്റിങ് ഓൺ എ ലെസ് ഡെൻസർ മീഡിയം എന്നാണ്. അപ്പോൾ ലെസ് ഡെൻസർ മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? കുറവായിരിക്കണ്ടേ? സോ ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും, കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. ഓക്കെ, സോ ആ ഒരു കണ്ടീഷനിലാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, കോറും ക്ലാഡിങ്ങും എന്താണെന്ന് അറിയാം സാധനം? ഓക്കെ, വെരി ഗുഡ്. സോ സൈൻ തീറ്റ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് വിൽ ബി ഈക്വൽ ടു തീറ്റ സി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ വിച്ച് വിൽ ബി ഈക്വൽ ടു എപ്സിലോൺ 2 ബൈ എപ്സിലോൺ 1. ദെൻ തീറ്റ സി വിൽ ബി സൈൻ ഇൻവേഴ്സ് ഓഫ് എപ്സിലോൺ 2 ബൈ എപ്സിലോൺ 1. ദിസ് ക്യാൻ ബി ഐദർ n2 ബൈ n1 ഓൾസോ. ഓക്കെ, n2 ബൈ n1 എടുത്തു കഴിഞ്ഞാലും യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് ഈസ് തീറ്റ സി വിൽ ബി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് epsilon 2 by epsilon 1, which is further can be written as sin inverse of n2 by n1. okay, so if you have two refractive index of two different medium, then you can get the critical angle corresponding to that. From that you can predict that whether is total internal reflection will happen or not. okay, so whatever the case, if the theta I is greater than theta c, so if theta I greater than c എന്ന് പറയുന്ന കേസിൽ what will be the condition? Then sin theta c will be greater than sin theta I greater than sin theta c, which is equal to epsilon 2 by epsilon 1. എന്തുകൊണ്ട് ഞാൻ എപ്സിലോൺ 2 ബൈ എപ്സിലോൺ 1 എന്ന് എഴുതിയേ? സോ എന്താ കണ്ടീഷൻ ചേഞ്ച് ചെയ്യാം? സോ ഇവിടെ കേസിൽ സൈൻ തീറ്റ ടി എന്ന് പറയുന്നത്, ഓക്കെ, സൈൻ തീറ്റ ടി എന്ന് പറഞ്ഞാൽ വിച്ച് വിൽ ബി ഈക്വൽ ടു എപ്സിലോൺ 1 ബൈ എപ്സിലോൺ 2 സൈൻ തീറ്റ ഐ എന്നാണ് ഇതിന്റെ ഫോർമുല വരിക, which is greater than 1 if theta I greater than theta c. ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള തീറ്റ ടി ആണ്. ട്രാൻസ്മിറ്റഡ് വേവിന്റെ ആംഗിൾ വിൽ ബി
റൂട്ട് എപ്സിലോൺ 1 എപ്സിലോൺ 2 സൈൻ തീറ്റ ഐ എന്ന് പറയും. ഓക്കെ, സോ ഈ റൂട്ട് എപ്സിലോൺ ബൈ എപ്സിലോൺ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈ സൈൻ തീറ്റ സി ആണ് അല്ലേ? 1 ബൈ സൈൻ തീറ്റ സി എന്ന് പറയുന്നതാണ്. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് നമുക്കൊരു ഇമാജിനറി സൊല്യൂഷൻ ആയിട്ടായിരിക്കും ഇതിൻ്റെ വാല്യൂ വരിക. സോ ടു മേക്ക് ഇറ്റ് ദാറ്റ് കോസ് തീറ്റ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ടി എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ ടിക്ക് റീപ്ലേസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ the value will be epsilon y by epsilon 2 sin theta I minus 1. ഇവിടെ നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ ടിക്ക് റൂട്ട് എപ്സിലോൺ ബൈ എപ്സിലോൺ 2 സൈൻ തീറ്റ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് ഇറ്റ്. ഇവിടെ ഒരു പ്ലസ് ജെ ഉണ്ട്, പ്ലസ് ഓർ മൈനസ് ജെ. സോ ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ സൈൻ തീറ്റ ടി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആയിരിക്കും. വെൻ തീറ്റ ഐ ഗ്രേറ്റർ ദാൻ തീറ്റ സി എന്ന് പറയുന്ന കണ്ടീഷനിൽ യു വിൽ ബി ഗെറ്റിംഗ് എ സൈൻ തീറ്റ ടി വിൽ ബി ഇൻ ടേംസ് ഓഫ് ഇറ്റ് വിൽ ബി എ കോംപ്ലക്സ് ക്വാണ്ടിറ്റി. സോ ദ കോംപ്ലക്സ് ക്വാണ്ടിറ്റിനാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ ട്രാൻസ്മിറ്റഡ് വേവ് എന്ന് പറയുന്നത്, വേവ് വെക്ടർ എന്ന് പറയുന്നത് ഇൻ മീഡിയം 2ൽ ദ ട്രാൻസ്മിറ്റഡ് വേവ് വിൽ ബി, അതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ANT എന്ന് പറയുന്നത് ഇൻ മീഡിയം 2 ദ ട്രാൻസ്മിറ്റഡ് വെക്ടർ വിൽ ബി ANT വിച്ച് ഈസ് ഈക്വൽ ടു AX sin theta t പ്ലസ് AZ cos theta t. Okay, so electric field and EI അതുപോലെ തന്നെ ET and HT as a dependence of exponential factors. So exponential factors എന്ന് പറയുന്നത് it will be e raised to minus j beta 2 ANT dot r which is equal to, എന്താണ് ഇതിന്റെ ഫോം നിങ്ങൾ എഴുതുകയാണെങ്കിൽ ET എന്ന് പറഞ്ഞാൽ എഴുതുകയാണെങ്കിൽ എന്താ വരിക? ET0, ഇവിടെ x ഉണ്ടാവും, ET0 e raised to minus j beta 2z എന്ന് എഴുതാം അല്ലേ? സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു e raised to minus j KAN dot r എന്ന് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് അല്ലേ? അതിൽ k എന്ന് പറഞ്ഞാൽ എന്താണ്? KX, KY, KZ എന്ന് പറയുന്ന, ഇപ്പോൾ ഇവിടെ നമ്മൾ ബീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്ത സിമിലർ റെപ്രസെൻറ്റേഷൻ. സോ ഇവിടെ നമ്മൾ സെറ്റിലാണ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജനറലൈസ്ഡ് ഫോമിൽ ചെയ്താണെങ്കിൽ JKN ഡോട്ട് ആർ എന്ന് എഴുതാം. സോ അതേ റെപ്രസെൻറ്റേഷനാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ കേക്ക് പകരം ബീറ്റയാണ്, ബീറ്റ 2 ആണ്, ദാറ്റ് ഈസ് മീഡിയം 2ൻ്റെ ഫേസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ANT എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ് വെക്ടർ ഇൻ മീഡിയം 2, ദെൻ ഡോട്ട് ആർ എന്ന് പറയുന്നത് അതിൻ്റെ വേവിൻ്റെ പ്രൊപ്പഗേഷൻ അലോങ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനാണെങ്കിൽ അതിലൊരു ജനറലൈസ്ഡ് ആയിട്ട് ഫോം എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു? R എന്ന് പറയുന്നത്. അപ്പം ഇവിടെ Z എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ വേവിൻ്റെ പ്രൊപ്പഗേഷൻ അലോങ് Z ആണെങ്കിൽ. ഓക്കെ, സോ അലോങ് X ആണെങ്കിൽ ഇറ്റ് വിൽ ബി X. സോ ജനറലൈസ്ഡ് ആയിട്ടൊരു ഫോം എന്ന് പറയുന്നത് വി ക്യാൻ റെപ്രസെന്റ് e raised to minus j beta 2 ANT dot r which is equal to e raised to minus j beta 2 x sin theta 2 sin theta t ആണ് പ്ലസ് z cos theta t. ഒന്നുമില്ല, ഇവിടെ എന്ത് ചെയ്ത് ഈ AN എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ എഴുതി AX sin theta t AZ cos theta t ആണ്. അതുപോലെ തന്നെ R എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പ്ലെയിൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ we have to take it as x AX plus y AY plus AZ എന്നുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. That is R is equal to AXX plus AYYY plus AZ Z എന്ന് വരും. സോ അതുപോലെ തന്നെ AN എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു AN sin theta AX sin theta I plus AZ cos theta. സോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു ഫോമിലോട്ട് കിട്ടും. നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ തീറ്റ ഐ ഗ്രേറ്റർ ദാൻ തീറ്റ സി ആണെങ്കിൽ
നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ് തീറ്റ ഐ വിൽ ബി ഗ്രേറ്റർ ദാൻ തീറ്റ സി എന്ന് പറയുന്നത് വിൽ ബി ലീഡിങ് ടു എ കോംപ്ലക്സ് ക്വാണ്ടിറ്റി. കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആകുമ്പോൾ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വിൽ ഹാവ് എ ഇ റേസ് ടു മൈനസ് ഗാമ സെറ്റ് എന്ന് വരിക. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഗാമന്റെ ഫോമിൽ വേണം റെപ്രസെന്റ് ചെയ്യാൻ. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? വിൽ ഹാവ് എ ആൽഫ പ്ലസ് ഐ ബീറ്റ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. ആൽഫ പ്ലസ് ജെ ബീറ്റ ഓർ ഐ ബീറ്റ. വേറെ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റൻവേഷൻ കോൺസ്റ്റന്റ് ആണ്. സോ ഈ ഒരു ടേമിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇൻ ടേംസ് ഓഫ് ഇ റേസ് ടു മൈനസ്, ഇവിടെ നമുക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? along z axis ആണ്. സോ വി ക്യാൻ റെപ്രസെന്റ് ആസ് ആൽഫ 2z മീഡിയം 2 ലെ ഓക്കെ മീഡിയം 2 ലെ പ്രൊപ്പഗേഷൻ അറ്റൻവേഷൻ കോൺസ്റ്റന്റ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ 2 here we represent at z, right? Should be also z. Okay, z. നമ്മുടെ ബുക്കിൽ എനിക്ക് x എന്നാണ് റെപ്രസെന്റ് ചെയ്തത്. should be z ആണ്. ഓക്കെ, സോ ആൽഫ 2 എന്ന് പറയുന്ന which is equal to beta 2 epsilon 1 by epsilon 2 sin square theta I minus 1. Then beta 2 will be equal to beta 2 into, this is beta 2x I think, okay, beta 2x and so beta 2x will be equal to beta 2 into epsilon 1 by epsilon 2 into sin theta I. So theta I by theta c എന്ന് പറയുന്ന വേവ് along എന്താണ് which is existing on z direction, x direction ആണെങ്കിൽ നമ്മൾ അറ്റൻവേഷൻ പറയാൻ എന്താണ് in terms of x ലല്ല പറയാം അറ്റൻവേഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ഡിക്രീസ് ആണ് നമ്മൾ എന്ത് പറയുന്നത് അറ്റൻവേഷൻ എന്ന് പറയുന്നത്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യും? in terms of x ന്റെ ടേമിലാണ് പറയേണ്ടത്. ഓക്കെ, സോ we can represent as, so the wave theta I will be theta greater than theta c. The wave exists along the interface in x direction which is attenuated exponentially in medium 2 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റിനെ തീറ്റ ഐ ഗ്രേറ്റർ ദാൻ തീറ്റ സി എന്ന് പറയുന്ന കോംപ്ലക്സ് ക്വാണ്ടിറ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ we have attenuated wave. So attenuated wave is representing the decrease in the amplitude with respect to x. x ലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് പറയുന്നത്. സോ അറ്റൻവേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകുന്ന ഡിക്രീസ് ആണ്. സോ എലോങ് നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ഇൻ ടേംസ് ഓഫ് എക്സിലാണ് രേഖപ്പെടുത്തുക. നമ്മൾ നേരത്തെ കഴിഞ്ഞ ഡിസ്കഷനിൽ സ്റ്റാൻഡിംഗ് വേവിന്റെ ഡിസ്കഷനിൽ പറഞ്ഞു എക്സിന്റെ വേവിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡിന്റെ ഇത് പറയുമ്പോൾ ആ ഒരു ഡയറക്ഷനിലെ വേവ് ഫോം നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കാം. along x ആക്സിസിലാണ് നമ്മൾ അതിന്റെ വേവിന്റെ പ്രൊപ്പഗേഷൻ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ there will be a uniform non uniform plane wave ആയിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുക. along z direction ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ യൂണിഫോം പ്ലെയിൻ വേവ് ആയിട്ടായിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമിലർ ആയിട്ട് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് x z എന്ന പ്ലെയിനിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആ വേവിനെ നോക്കി കാണുന്ന along x ഡയറക്ഷനിലാണെങ്കിൽ we will be getting a non uniform plane wave. okay, along z direction ആണെങ്കിൽ you will be getting a യൂണിഫോം പ്ലെയിൻ വേവ്. സോ രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മളൊരു എക്സ് സെഡ് പ്ലെയിനിൽ നമ്മൾ ബേസിക്കലി ഒബ്സർവ് ചെയ്യാം. സോ അങ്ങനെ എക്സ് സെഡ് പ്ലെയിനിൽ നമ്മളൊരു ഈ പ്ലെയിൻ വേവിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സർഫസ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പ്ലെയിനിൽ എക്സ് സെഡ് ഒരു നോൺ യൂണിഫോം വേവും യൂണിഫോം വേവിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം ആസ് എ സർഫസിനെ നോക്കി കാണുമ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാം. സോ ദാറ്റ് കൈൻഡ് ഓഫ് വേവിനെയാണ് നമ്മൾ സർഫസ് വേവ് എന്ന് പറയും. സോ തീറ്റ ഐ ഗ്രേറ്റർ ദാൻ തീറ്റ സി എന്ന് പറയുന്ന കേസിൽ ഗെറ്റിംഗ് എ സർഫസ് വേവ് ദാറ്റ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് എക്സ് സെഡ് പ്ലെയിൻ. ഓക്കെ, സോ വേവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേവ് എന്ന് പറഞ്ഞ നോൺ യൂണിഫോം വേവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് അലോങ് എക്സ് ഡയറക്ഷൻ
and the normal to that the wave is propagating along. അതായത് നമ്മൾ ജസ്റ്റ് അതിന്റെ പ്ലോട്ട് നമ്മൾ എന്ത് ചെയ്യുക എക്സ് ആക്സിസിലൂടെ നോക്കിക്കാണാം ആ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിനെ. അപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യുന്നത് അവിടെ നമുക്ക് എന്തെങ്കിലും യൂണിഫോമിറ്റി ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. യൂണിഫോം പ്ലെയിൻ വേവിന്റെ പ്രത്യേകത ആംപ്ലിറ്റ്യൂഡ് ഷുഡ് ബി യൂണിഫോം. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഈസ് അറ്റുനേറ്റിംഗ് ഇൻ മീഡിയം 2 എന്ന് പറഞ്ഞു. മീഡിയം 1 ഇൻസിഡന്റ് ചെയ്ത വേവ് മീഡിയം 2 കടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വേവ് ഇൻസിഡന്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് വരക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു വേവ് എന്ത് ചെയ്യാം ഈ ഒരു ഫോമിൽ ഇൻസിഡന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സോ ഈ ഒരു ഫോമത്ത് എന്ത് ചെയ്യും അത് ഇങ്ങനെ ഡിക്രീസ് ചെയ്തിട്ട് ഡാമ്പ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ഈ ബൗണ്ടറി അപ്രോച്ച് ചെയ്യുമ്പോൾ. സിമിലർ ആയിട്ടുള്ള ഒരു ഫിനോമിന നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ടണലിങ്ങിനോ മറ്റോ ഇങ്ങനെ ഒരു ഫിനോമിന കണ്ടിട്ടുണ്ടാവും ഈ ഒരു കേസിൽ. അതായത് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എ ടണലിങ് ആസ്. ഇത് ഇവിടെ സംഭവിച്ചെന്താണ്, ഒരു ട്രാൻസ്മിറ്റഡ് വേവ് ആണ് ഇവിടെ ആക്ച്വലി നമ്മൾ കാണുന്നത്, തീറ്റ ഐ എന്ന് പറയുന്നത്. സോ ഈ ഒരു വേവിനെ നമ്മൾ പറയുന്ന പേരാണ് ഇവാൻസെന്റ് വേവ് എന്ന് പറയുന്നത്. ഇവാൻസെന്റ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാൻസെന്റ് വേവ് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ കേസിലാണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ കേസിൽ നമ്മൾ പറയുന്നത് എന്താണ്, തിയററ്റിക്കലി നമ്മൾ പറയുന്നത് ഇഫ് ദ ആംഗിൾ ഈക്വൽ ടു തീറ്റ ഐ ഈക്വൽ ടു തീറ്റ സി ഓർ റാദർ തീറ്റ ഐ ഗ്രേറ്റർ ദാൻ തീറ്റ സി എന്ന് പറയുന്ന കേസിൽ യു വിൽ ബി ഒബ്സർവിങ് എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, സോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ കംപ്ലീറ്റ്ലി അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എ ട്രാൻസ്മിഷൻ വേവ്, അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവിന് മീഡിയം 2 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവിന് റിഫ്ലക്ഷൻ ആണെങ്കിൽ മീഡിയം 2 നമുക്കൊന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണെങ്കിൽ. സോ മീഡിയം 2 ഒരു ട്രാൻസ്മിറ്റഡ് വേവ് ഉണ്ടെങ്കിൽ ആ വേവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്മിറ്റഡ് വേവ്. ഈവൻ ആഫ്റ്റർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇഫ് യു ഒബ്സർവ് എ ട്രാൻസ്മിറ്റഡ് വേവ് ഓൺ ദ മീഡിയം 2 ദാറ്റ് വേവ് ഇസ് കോൾഡ് ഇവാൻസെന്റ് വേവ്. സോ ആ ഇവാൻസെന്റ് വേവിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഹാസ് അറ്റുനേഷൻ കോഎഫിഷ്യന്റ്. അത് മീഡിയം 2 കടക്കുമ്പോൾ എന്ത് ചെയ്തു, അതിന്റെ അറ്റുനേഷൻ സംഭവിച്ചിട്ട് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഡാമ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതിന് ഇവാൻസെന്റ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ഇവാൻസെന്റ് വേവ്. സോ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത് ഫസ്റ്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കൺസിഡർ ചെയ്തു. സോ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റിംഗ് if theta equal to theta c or rather theta i greater than theta c. But similarly in same condition നമുക്ക് there is a possibility of a small amount of transmitted wave. അതിനാണ് നമ്മൾ സിമിലർ കണ്ടീഷൻ ആണ് നമ്മൾ ടണലിംഗ് ഒക്കെ കൺസിഡർ ചെയ്യുന്ന കേസിൽ നമ്മളൊരു ബോക്സിന്റെ ഉള്ളിലിട്ട് സെറ്റ് ചെയ്തു. ഈവൻ ആ ബോക്സിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, there is a potential increase കൂടുതലാണെങ്കിൽ പോലും there is a possibility of tunneling through that box. ഓക്കെ, സോ സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അറ്റന്വേഷൻ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ ഇവിടെ ഇത് ചെയ്യുന്നത്. സോ അറ്റന്വേഷൻ എന്ന് പറയുന്നതിന്റെ വാല്യൂ നമ്മൾ എക്സിന്റെ വാല്യൂ ഡിനോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ β2x എന്ന് എടുക്കാൻ കാരണം. ഓക്കെ, സോ അതിന് നമ്മൾ β2 ഇൻറ്റു റൂട്ട് സിഗ്മ 1 സോറി എപ്സിലോൺ 1 ഡിവൈഡ് ബൈ എപ്സിലോൺ 2 സൈൻ തീറ്റ ഐ എന്നാണ് അതിന്റെ വാല്യൂ വരിക. ഓക്കെ, സോ അത്രയാണ് ആ ഭാഗം എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് പെർപെൻഡിക്കുലർ പോളറൈസേഷൻ ആണ് കൺസിഡർ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ പാരലൽ പോളറൈസേഷന്റെ കേസിലും എങ്ങനെയാണ് ഇതിന്റെ ഡിഫറൻസ് വരുന്നത് എന്നുള്ളത്. ഒബ്ലിക് ഇൻസിഡൻസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു അവിടെ അപ്രോച്ച് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടാണ് അവിടുത്തെ പ്രോപ്പർട്ടീസ് പഠിക്കുന്നത്. പെർപെൻഡിക്കുലർ പോളറൈസേഷനും അതുപോലെ തന്നെ പാരലൽ പോളറൈസേഷൻ. പെർപെൻഡിക്കുലർ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് പാരലൽ ടു പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യും, പാരലൽ പോളറൈസേഷൻ എന്ന് പറയും. ഓക്കെ, സോ ദാറ്റ് ഈസ് സോ പാരലൽ പോളറൈസേഷന്റെ കേസിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ് എന്നും പറയും. ഓക്കെ, സിമിലർലി പെർപെൻഡിക്കുലർ പോളറൈസേഷനും സിമിലർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് അവിടെ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഒരു കേസിൽ ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് എന്ന് പറയുന്നത്. ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്ന ടേം എന്താ പറയുന്നത്, പെർപെൻഡിക്കുലർ എന്നർത്ഥം. പെർപെൻഡിക്കുലർ എന്താണ്, ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, സോ മനസ്സിലാക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഒബ്ലിക് ഇൻസിഡൻസിന്റെ കേസിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്നുള്ളത് ജസ്റ്റ് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, പ്ലെയിൻ ഡയലക്ട്രിക് ബൗണ്ടറിന്റെ കേസിലാണെങ്കിൽ അവിടെ ട്രാൻസ്മിഷനും ഉണ്ട് റിഫ്ലക്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക്
ബേസിക്കലി ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞ് ഇൻസിഡന്റ് വേവ്, ടോട്ടൽ ഇൻസിഡന്റ് വേവ് എന്ന് പറയുന്ന മീഡിയം 1, റിഫ്ലക്റ്റഡ് വേവ്, ട്രാൻസ്മിറ്റഡ് വേവ്. ഇതിന് മൂന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ടേംസ് നമുക്ക് എഴുതാൻ പറ്റും, നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് ട്രാൻസ്മിറ്റഡ് വേവും റിഫ്ലക്റ്റഡ് വേവും ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ട്ലി ബൗണ്ടറിയാണ് അപ്രോച്ച് ചെയ്യുന്നത്. സോ ദർ ഇസ് എ റിഫ്ലക്റ്റഡ് വേവ്, ട്രാൻസ്മിറ്റഡ് വേവ്, കറസ്പോണ്ടിങ് ആയിട്ട് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ഉണ്ടാവും അല്ലേ, ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് ഉണ്ടാവും. അപ്പം ആ ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റും റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റും പ്ലെയിൻ ഡയറക്ട്ലി ബൗണ്ടറിന്റെ കേസിൽ ഒബ്ലിക് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വാരി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് നോർമൽ ഇൻസിഡന്റ് ആണെങ്കിൽ η2 മൈനസ് η1 ഡിവൈഡ് ബൈ η2 പ്ലസ് η1. അതുപോലത്തെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2η2 ഡിവൈഡ് ബൈ η2 പ്ലസ് η1 എന്ന് പറയും. ഓക്കെ, ഇതേ കേസ് ഒബ്ലിക് ഇൻസിഡൻസിന്റെ കേസിൽ എന്തൊക്കെയാണ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്, ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ്, അതാണ് നമുക്കിനി ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി, നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. പെർപെൻഡിക്കുലർ പോളറൈസേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാരലൽ പോളറൈസേഷനൂടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, എന്ത് പറ്റി അനുഷ, നാളെ എടുക്കാന്നോ? ഇതിനോട് കഴിഞ്ഞോട്ടെ, അതിനകത്തൊന്നുമില്ല. നിങ്ങൾക്ക് 1:15 ക്ലാസ്, അപ്പോൾ അതുവരെ നിങ്ങൾക്ക് 1.5 മണിക്കൂർ ബ്രേക്ക് ആവും. ഇത്ര ബ്രേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലല്ലോ. സോ നമ്മൾ പെർപെൻഡിക്കുലർ പോളറൈസേഷന്റെ കേസിൽ ഇൻസിഡന്റ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, ഓൾറെഡി ഇൻസിഡന്റ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ്. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ്, ദാറ്റ് ഈസ് EIX ഓഫ് Z എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ EIX ഓഫ് Z എന്ന് പറയുന്നത് which will be equal to AY EI0 e raised to minus j beta 1 x sin theta I, നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെ sin theta I plus z cos theta I. ഓക്കെ, ഇവിടെ ANI എന്ന് പറയുന്നത് എന്താണ്, AX sin theta I plus AZ cos theta I. ഓക്കെ, നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെയാണ്. സോ ഇവിടെ HIF XZ എന്ന് പറയുന്നത് which will be equal to, so AY, okay, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ബൈപോളറൈസ്ഡ് ആണ്, അതുകൊണ്ടാണ് AY എന്ന് പറയുന്നത്. സോ EI0 by η1 divided by minus AX cos theta I. ഇപ്പം തന്നെ വേണോ, അതിപ്പോ കണക്ഷൻ പോലെ. ഏത് ചേർത്തോ, ഇടേ ടൈപ്പോ, താഴെ നോക്കി. cos theta I as sin theta I. ദിസ് എന്ന് പറയുന്നത് എന്താണ്, കറസ്പോണ്ടിങ് ടു നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ടേംസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന വെക്ടേഴ്സ് ആണ് മൈനസ് AX. ഓക്കെ, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് X ഡയറക്ഷനിലാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ AZ എന്ന് പറയുന്നത് പോസിറ്റീവ് Z ഡയറക്ഷനിലാണ്, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ Z കോമ്പണന്റ് എന്ന് പറയുന്നത്. സോ AZ sin theta I e raised to minus j beta 1 x sin theta I plus z cos theta I. Okay, so similarly reflected magnetic അതുപോലെ തന്നെ reflected electric field എന്ന് പറയുന്നതും which will be equal to ER of xz will be equal to AY ER0 e raised to minus j beta 1 x sin theta R minus z cos theta R. ഇവിടെ എന്താണ്, നെഗറ്റീവ് z ഡയറക്ഷനിലാണ്, x എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ HR of xz എന്ന് പറയുന്നത് which is equal to എന്താ അവിടെ അല്ലേ,
സ്ക്വയർ പിൻ തന്നെ എന്തിപ്പോൾ ചെയ്യാം ഇപ്പം കഴിയേണ്ടതാണ് എത്ര മിനിറ്റാണ് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ഇതൊന്ന് ഭക്ഷണം കഴിച്ചു വന്നോ അവിടെ ചോദിച്ചോ ഞാനിപ്പോൾ പ്രൊജക്ടർ ഓഫായി പോകുന്ന പറയാം KER0/eta1 AX cos theta R AZ sin theta R e raised to minus j beta 1 x sin theta R minus x cos theta R. Okay, sorry, z ആണ് z cos theta R. So അതേപോലെ തന്നെ et x of z എന്ന് പറയുന്നത് will be equal to et x of z will be equal to transmitted wave in the case which will be equal to ay e t0 e raised to minus j beta 2 x sin theta t plus z cos theta t which will be equal to ht of x, sorry, magnified എന്ന് പറഞ്ഞാൽ ht of xz which will be equal to et0/eta2 minus ax cos theta t plus az sin theta t e raised to minus j beta 2 x sin theta t x sin theta t plus z cos theta t. Okay, so ഇവിടെ നമുക്ക് ER0 ET0 theta R theta I എന്ന് പറഞ്ഞിട്ട് 4 unknown quantities ഉണ്ട് അല്ലെങ്കിൽ മിനിമം theta t എന്ന് പറയുന്ന unknown quantities ഉണ്ട്. സോ ഇവിടെ നമ്മൾ z is equal to 0 എന്ന് പറയുന്ന boundary conditions apply ചെയ്ത് കഴിഞ്ഞാൽ you will be getting at z is equal to 0 you will have EY x0 plus ER x0 which is equal to ETY, sorry, ERY x0. Okay, then you will be ending up a value EI0 e raised to j beta 1 x sin theta I plus ER0 e raised to j beta 1 x sin theta R which is equal to ET0 e raised to minus j beta 2 x sin theta t. So അതേപോലെ hi of x എടുത്തു കഴിഞ്ഞാൽ hi of x 0 plus hr of x0 which will be equal to ht of x0. So you will have 1/eta1 minus ei0 cos theta I e raised to minus j beta 1 x sin theta I plus er0 cos theta R e raised to minus j beta 1 sin theta R which is equal to minus et0/eta2 cos theta t e raised to minus j beta 2 x sin theta t. Okay, so sin theta t എന്ന് പറയുന്ന ഈ ഒരു കോമ്പണന്റ് ഈക്വൽ ആണെങ്കിൽ that is beta 1 x sin theta I equal to beta 1 x sin theta R equal to beta 2 x sin theta t which is equal എന്ന് പറയുന്ന കണ്ടീഷനിൽ we have theta I is equal to, so then നമുക്കൊരു സ്നെൽസ് ലോന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും that is sin theta I equal to sin theta. Okay, സ്നെൽസ് ലോ ഓഫ് റിഫ്ലക്ഷന്റെ ഫോമിൽ ഫസ്റ്റ് ഞാൻ എഴുതാം that is sin theta I by sin theta R equal to b എന്തായാലും വാല്യൂ വരാം this is beta 2
sorry, Science law of refraction അല്ലേ, sin theta t ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you will have beta 2 by beta 1, sorry അങ്ങനല്ല, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇത് ഫസ്റ്റ് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ 1x ഉം ബീറ്റ 1x നമുക്ക് എന്ത് ചെയ്യും, കട്ട് ആയി പോകും. ദാറ്റ് ഈസ് sin theta equal to sin theta r, that can be sin theta equal to theta r, that is Snell's law of refraction. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഈ രണ്ട് ഇക്വേഷനും ഇതും ഈ ഇക്വേഷനും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will have sin theta t divided by sin theta I, which is equal to beta 1 divided by beta 2 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് എന്താ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സൈൻ ഇസ് ഈക്വൽ ടു n1 by n2. ഓക്കെ, അതേപോലെ ഇവിടെ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ സോൾവ് ചെയ്യുമ്പോൾ ei0 ഈക്വൽ ടു ei0 പ്ലസ് er0 ഈക്വൽ ടു et0 എന്നൊരു ആൻസർ ഉണ്ടാവും. 1 by eta 1 ഇൻറ്റു ei0 മൈനസ് er0 ഇൻറ്റു cos theta I, which is equal to et0 by eta 2 cos theta t എന്ന് വരും. ഓക്കെ, സോ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ, ഇക്വേഷൻ 1ഉം 2ഉം സോൾവ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഹാവ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്, പെർപെൻഡിക്കുലറിന്റെ കേസിലെ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ഗാമ പെർപെൻഡിക്കുലർ വിൽ ബി ഈക്വൽ ടു er0 by ei0, which is equal to eta 2 cos theta I minus eta 1 cos theta t divided by eta 2 cos theta I cos theta I ആണ് plus eta 1 cos theta t എന്ന് വരും. Okay, so this can be further represented as eta 2 divided by cos theta t, okay, minus eta 1 divided by cos theta I divided by eta 2 divided by cos theta t plus eta 1 divided by cos theta I. ഓക്കെ, സോ ഈ ഒരു ഫോമിൽ എഴുതാൻ സാധിക്കും. അതേപോലെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് ടോ പെർപെൻഡിക്കുലർ ഫോർ പെർപെൻഡിക്കുലർ പോളറൈസേഷൻ et0 divided by ei0, which is equal to 2 eta 2 cos theta t divided by eta 2 cos theta t plus eta 1 cos theta I. ഓക്കെ, സോ മേലെ എഴുതി അതേപോലെ ഇതിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഇൻ ടേംസ് ഓഫ് ബൈ 2 എന്നുള്ള ഫോമിൽ ചെയ്താണെങ്കിൽ വിൽ ഹാവ് which is equal to 2 eta 2 by cos theta I divided by eta 2 divided by cos theta t plus eta 1 divided by cos theta I. So equation അങ്ങോട്ട് പേടിക്കൊന്നും വേണ്ട, ആ theta t ക്ക് ഒരു by 90 by കൊടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ 0 കൊടുത്തു നോക്കിയാൽ theta t equal to 0 ആണെങ്കിൽ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ theta r equal to theta t equal to 0 ആണെങ്കിൽ എന്താ കിട്ടുക? theta r equal to theta t എന്ന് പറയുന്നത് equal to 0 ആണെങ്കിൽ so that is theta I will be equal to theta I will be equal to 0, then you will be getting theta r will be equal to 0, theta t will be equal to 0. So what will be the value?
Is that the same like normal incidence in the same condition area? That is tau perpendicular will be equal to gamma perpendicular will be equal to eta minus eta 1. അതുപോലെ tau perpendicular will be equal to 2 eta 2 divided by eta 2 plus eta 1. Okay. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 1 plus gamma perpendicular will be equal to tau perpendicular. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ eta 2 equal to 0 ആണെങ്കിലോ eta 2 equal to 0 means you will be having tau perpendicular will be minus 1 അല്ലേ. സോ കണ്ടീഷൻ എന്ന് പറയുന്നത് ER0 will be equal to minus EI0 എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ. അതുപോലെ കേസിൽ tau perpendicular will be equal to 0. Gamma perpendicular minus 1 ആണെങ്കിൽ 1 plus ഈ ഒരു ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ tau എന്ന് പറയുന്നത് എന്തായിരിക്കും, which will be equal to 0 ആയിരിക്കും. That is T0 equal to 0 എന്നർത്ഥം. Okay, transmitted electric field will be equal to 0 എന്ന്. അതേപോലെ what about tau t equal to 0 എന്ന് പറയുന്നത് gamma perpendicular equal to 0 എന്ന് പറഞ്ഞാൽ എന്താ, there is no reflection എന്നർത്ഥം. reflection coefficient 0 എന്ന് പറഞ്ഞാൽ there is no reflection. so ആ കേസിൽ നമുക്ക് എഴുതാൻ പറ്റും eta 2 cos theta b perpendicular will be equal to eta 1 cos theta I. ഓക്കെ. ഈ തീറ്റ ബി എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്നതാണ് ബ്രൂസ്റ്റർ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ. തീറ്റ ബി എന്ന് പറയുന്ന ആംഗിൾ, ഫോർ എക്സാമ്പിൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ എന്താണ്, തീറ്റ ബി പെർപെൻഡിക്കുലർ ബി ഈക്വൽ ടു തീറ്റ ഐ എന്ന് പറയാൻ പറ്റും വെൻ ഈറ്റ 2 ഈക്വൽ ടു ഈറ്റ 1 എന്ന് പറയുന്ന കേസിൽ. ഓക്കെ. ഓക്കെ. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ബ്രൂസ്റ്റർ ആംഗിളിന് ഈക്വൽ ആണെങ്കിൽ, ഓക്കെ, ബ്രൂസ്റ്റർ ആംഗിളിന് ഈക്വൽ ആണെങ്കിൽ you will be getting, there will be no reflection, it will be completely transmission. ഓക്കെ. സോ അതാണ് അതിൻ്റെ കേസ്. അതിനു മുമ്പ് cos theta I equal to എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 1 minus sin square theta I, okay, which is equal to 1 minus sin square theta I root 1 minus n1 square divided by n2 square sin theta t എന്ന് എഴുതി കൂടെ, സോറി ഇത് sin theta t ആണ്, cos theta t എന്ന് പറയുന്നത് in terms of 1 minus sin square theta, so this is I. okay, ആ റിലേഷൻ അറിയാലോ, sin theta t by sin theta I എന്ന് പറഞ്ഞാൽ എന്താണ്, n1 by n2 ആണ്. സോ ഇവിടെ sin theta t എന്ന് പറഞ്ഞാൽ n1 by n2 into sin theta I എന്ന് വരും. okay, from that we can take it as sin square theta b perpendicular will be equal to 1 minus mu 1 epsilon 2 mu 2 epsilon 1 divided by 1 minus mu 1 by mu 2 whole square. okay, where theta b is called the Brewster angle, theta b perpendicular called Brewster angle or Brewster's angle. okay, no reflection corresponding to this angle, no reflection for perpendicular polarizations, അതാണ് ഇതിന്റെ പ്രത്യേകത. സോ ഈ ഒരു കേസിൽ നമ്മൾ there will be no reflection for perpendicular polarization, you will be observing only the transmitted perpendicular polarizations corresponding to that. സോ നമ്മളൊരു പാരലലും അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ പോളറൈസ്ഡ് ആയിട്ടുള്ള വേവ് അപ്രോച്ച് ചെയ്യാന്ന് വിചാരിക്കുക. സോ അവിടെ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ കറസ്പോണ്ടിങ് ടു പെർപെൻഡിക്കുലർ പോളറൈസേഷൻ്റെ കേസിലാണ് ഇൻസിഡന്റ് ചെയ്യുന്നതെങ്കിൽ പാരലൽ പോളറൈസേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ കോമ്പണൻസും എന്ത് ചെയ്തു, അവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് പോകും.
അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകുമ്പം നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക എന്താണ് പെർപെൻഡിക്കുലർ പോളറൈസേഷൻസ് മാത്രമായിരിക്കും. സിമിലർലി ഒരു പാരലൽ പോളറൈസേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ പാരലൽ പോളറൈസേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബ്രൂസ്റ്റർ ആംഗിൾ ഉണ്ട്. അപ്പോൾ ആ ബ്രൂസ്റ്റർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് ഇൻസിഡന്റ് ചെയ്യുന്നതെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർപെൻഡിക്കുലർ പോളറൈസേഷൻ കംപ്ലീറ്റ് എന്തിനെ റിഫ്ലക്ട് ചെയ്യും, പാരലൽ പോളറൈസേഷൻ കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ നമ്മൾ പോളറൈസിങ് ആംഗിൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ കോൾഡ് പോളറൈസിങ് ആംഗിൾ. ഇതൊരു നിങ്ങൾക്ക് 1 വെയിറ്റേജിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ്. വൈ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ കോൾഡ് പോളറൈസിങ് ആംഗിൾ. ഓക്കെ, സോ പോളറൈസിങ് ആംഗിൾ എന്ന് പറയാൻ കാരണം നമുക്കൊരു പെർപെൻഡിക്കുലർ പോളറൈസേഷൻ്റെ കേസിലും പാരലൽ പോളറൈസേഷൻ്റെ കേസിലും ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഫോർ എ കേസ് ഓഫ് രണ്ട് കോമ്പണൻസ് ഉള്ള കേസിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്രോച്ച് ചെയ്യുകയാണ്, ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ കറസ്പോണ്ടിങ് ടു പെർപെൻഡിക്കുലർ പോളറൈസേഷൻ്റെ കേസിലാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ യു വിൽ ബി ഓൺലി ഗെറ്റിംഗ് ദ പെർപെൻഡിക്കുലർ പോളറൈസേഷൻ അറ്റ് ദ ഔട്ട്പുട്ട്. അതായത് ട്രാൻസ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുക അതിൻ്റെ ബ്രൂസ്റ്റേഴ്സ് പെർപെൻഡിക്കുലർ പോളറൈസേഷൻ മാത്രമായിരിക്കും. പാരലൽ കോമ്പണൻസ് കംപ്ലീറ്റ് എന്ത് ചെയ്തു, റിഫ്ലക്ട് ചെയ്ത് പോകും. ഓക്കെ, സോ അതാണ് ബ്രൂസ്റ്റേഴ്സ് ആംഗിളിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് ഒരു നോൺ മാഗ്നറ്റിക് മീഡിയ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇക്വേഷൻ ഒരു നോൺ മാഗ്നറ്റിക് മീഡിയൻ്റെ കേസിലാണെങ്കിൽ, ഫോർ എ നോൺ മാഗ്നറ്റിക് മീഡിയ you will have mu1 equal to mu2 equal to mu0. സോ അങ്ങനെയാണെങ്കിലോ തീറ്റ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, there will be no, ഇവിടെ mu1 mu2 ഈക്വൽ ആണെങ്കിൽ എന്ത് എടുക്കുക, ഇവിടെ 1 - 1 0 വരിക, 1/0 എന്ന് വരുന്ന വെച്ചോ, ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ്, റൈറ്റ്? സോ ദർ ഇസ് നോ ബ്രൂസ്റ്റർ ആംഗിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ളതായിരിക്കും കറസ്പോണ്ടിങ് കണ്ടീഷൻ. സിമിലർലി epsilon1 is equal to epsilon2 എന്ന് വരിക, ബട്ട് mu1 നോട്ട് ഈക്വൽ ടു mu2 ആണ് കണ്ടീഷൻ എങ്കിൽ ഹൗ ഈ ഇക്വേഷൻ എങ്ങനെ വരും, സൈൻ സ്ക്വയർ തീറ്റ ബി പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് which can be either represented as sin theta b perpendicular equal to 1/√1 plus mu1 by mu2 എന്ന് വരും. Okay, where epsilon1 is equal to epsilon2 എന്ന് പറയുന്ന കേസിൽ you will have non-zero if mu1 and mu2 is not equal each other, then you have sin theta b equal to 1/√1 plus mu1 by mu2. സോ നോർമലി നമ്മളൊരു കണ്ടിന്യൂസ് മീഡിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് പെർമിയബിലിറ്റി ആയിരിക്കും നമ്മൾ നോർമൽ കേസിൽ. സോ ഇതേപോലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പാരലൽ പോളറൈസേഷൻ്റെ കേസ് ഒന്ന് ചെയ്ത് നോക്കുക. ഒന്നുമില്ല, നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ E1 EI, ഇതുപോലെ തന്നെ HI ER HR ET HT എന്ന് പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ് നമ്മൾ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞിട്ട് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് കറസ്പോണ്ടിങ് ടു പാരലൽ പോളറൈസേഷൻ, ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ പാരലൽ പോളറൈസേഷൻ്റെ കേസിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ അതൊന്നും എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ട് വരിക. ഓക്കെ, അതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ചെയ്യും. അപ്പോൾ ഇതോടെ ആ മൊഡ്യൂൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. ആ പ്രോബ്ലം കൂടെ ഈ ഒരു ഭാഗത്ത് വരുന്ന എല്ലാ പ്രോബ്ലങ്ങളും നമ്മൾ ചെയ്ത് നോക്കുക. ഏതെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു സെക്ഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം മൊഡ്യൂൾ. അപ്പോൾ നെക്സ്റ്റ് ചെയ്യാനുള്ളത് പാരലൽ പോളറൈസേഷൻ ആണ്. ഇതേപോലെയാണ് ചെയ്യേണ്ടത്, നിങ്ങളും ചെയ്ത് നോക്കുക. ഇതേ സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എന്താണ്, ഇൻസിഡൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് കാണണം, അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് കാണണം, ദെൻ ട്രാൻസ്മിറ്റഡ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് കിട്ടും. ദെൻ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു EI0 പ്ലസ് ER0 ET0 എന്നൊരു ഫോം കിട്ടും. ഓക്കെ, ചെറിയൊരു വേരിയേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. യു വിൽ ബി ഗെറ്റിംഗ് ദ സെയിം വാല്യൂ. ഓക്കെ, ദെൻ യു ഹാവ് ടു ഗെറ്റ് ദ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് ER0 by EI0
ET by EI0 എടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് കിട്ടും. സോ ലൈക്ക് ദാറ്റ്. ഫൈനലി നിങ്ങൾക്ക് ഒരു ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ നോ റിഫ്ലക്ഷൻ കറസ്പോണ്ടിങ് ടു പാരലൽ പോളറൈസേഷൻ എന്ന് പറയുന്ന ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ കൂടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതേ പാറ്റേൺ നമ്മൾ ചെയ്ത അതേ പാറ്റേണിൽ നിങ്ങളൊന്ന് ചെങ്ങനെ നോക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അതുപോലെ പ്രോബ്ലംസ് ഈ ഭാഗത്ത് വരുന്ന കംപ്ലീറ്റ് ഈ ഒരു മൊഡ്യൂളിൽ ഈ ചാപ്റ്ററിൽ വരുന്ന കംപ്ലീറ്റ് പ്രോബ്ലംസ് നോക്കിയിട്ട് വരാം. ഏതെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലാകാത്തുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. അതോടുകൂടി വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഇന്നത്തോടു കൂടി ഇത് വൈൻഡപ്പ് ആയി. ഓക്കെ, അപ്പം ഇന്നിപ്പോൾ എന്തൊരാഴ്ച, അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ അടുത്ത വ്യാഴാഴ്ച നിങ്ങൾക്ക് ഈ സെഷൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും കേട്ടോ. അപ്പം അതിനു മുമ്പ് നമ്മൾ എന്നത്തെയും പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്ത് ചെയ്യുക, അസൈൻമെൻറ്റ്സ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഒരു 15 പ്രോബ്ലംസ് 5 നമ്മൾ ആ ഒരു റിവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന 5 ക്വസ്റ്റ്യൻസും 10 പ്രോബ്ലംസും കൂടെ സബ്മിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ബുധനാഴ്ച നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ബുധനാർ ചൊവ്വ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. വ്യാഴാഴ്ച എക്സാം. ഓക്കെ, അപ്പോൾ എക്സാമിന് തിങ്കളാഴ്ച ആക്കാൻ പറ്റുമോ എന്ന് വെച്ച് വരണ്ട കേട്ടോ.